എന്നെ 3 പ്രാവശ്യം 4 ലക്ഷം നടത്തിച്ചിട്ടുണ്ട് മുമ്പിൽ കഥ പറയാൻ ചാൻസ് തരാതെ. അപ്പോൾ പറഞ്ഞു അങ്ങനെ പറഞ്ഞു, എന്നാൽ പിന്നെ അതല്ലേ നല്ലത്, ഒരു കുടുംബം രക്ഷപ്പെടുമല്ലോ. നമ്മളെ കണ്ടിട്ട് വർത്തനൊക്കെ പറഞ്ഞു, അല്ല നമുക്കൊരു 2 വീഡിയോ കിട്ടും. അപ്പോൾ ഞങ്ങളെ വീഡിയോ സംഘടിപ്പിച്ചു കൊടുക്കുന്ന ആളെയാണ്. 2 ദിവസം കഴിഞ്ഞ് ശ്രീനിവാസനെ കാണാനില്ല. പിന്നീട് കുറേ കാലം കഴിഞ്ഞിട്ടാണ് ശ്രീകണ്ഠനോട് പറയുന്നത്, അപ്പോൾ നീങ്ങ തിരിച്ചു പോകും, അല്ല നിങ്ങൾ ഇത് മതി കഥ ബോറടിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് ഇറങ്ങി പോകാമല്ലോ. അന്ന് കാർ ഓടിച്ചത് ഞാനായിരുന്നത്. ഇത് കഴിഞ്ഞിട്ട് ശ്രീകണ്ഠൻ ചോദിച്ചത്രേ, ഉമ്മക്കുണ്ടോ? ഉമ്മക്ക് വെച്ചാൽ ഉമ്മർ, നമ്മളെ ഇവിടെ കോഴിക്കോട്ടുകാരനാണല്ലോ. ഇല്ല. നസീർക്കുണ്ടോ? ഇല്ല. പിന്നെന്ത് സിനിമ? ഞാൻ ചോദിച്ചു, ആ ശ്രീകണ്ഠൻ എന്താ? അല്ല നിങ്ങൾ ഞാനില്ലെങ്കിൽ സിനിമ എടുക്കൂല എന്ന് പറഞ്ഞല്ലോ. എങ്ങനെയുണ്ട് എനിക്കെന്ന് ചോദിച്ചു. ഇനിയെങ്കിലും നന്നായി കൂടെ ഹൈദരാബാദ് ഒരു ചോദ്യമുണ്ട്. ഇതും ശ്രീനിച്ചേട്ടൻ്റെ ഒരു കഥയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു കള്ളനെ തുറന്നു കാണിച്ചു ഇനി സമൂഹം പെരുമാറട്ടെ. ശ്രീനിയേട്ടനെ പോലത്തെ ഒരാളുടെ കർമ്മം ചെയ്യാൻ ഇയാളെ മറ്റ് വരുന്നു എന്ന് പറഞ്ഞാൽ ശ്രീനിവാസൻ എണീറ്റടിക്കുകയാണ്. അതെന്താ എനിക്ക് മനസ്സിലാകുന്നത്, എങ്ങനെയാണ് എൻട്രി എങ്ങനെ എനിക്ക് പിടിയിട്ടുന്നില്ല. അത് ആരെയൊക്കെ കൊണ്ടുവന്നിവിടെ